Definition. A polynomial f of x element of capital F of x splits over f if it is a product of linear factors in capital F of x. So നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സെറ്റ് ചെയ്യുന്ന ഒരു പോളിനോമിയൽ എടുക്കുകയാണ് സ്മോൾ എഫ് ഓഫ് എക്സ്. അത് സ്പ്ലിറ്റ്സ് ഓവർ എഫ്. ഈ എഫ് ഓഫ് എക്സ് എവിടെ നിന്നോ എടുത്തോട്ടെ, അത് വിഷയമല്ല. എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? then it is a product of അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ if it is a product of linear factors in capital F of x. സ്പ്ലിറ്റ്സ് ഓവർ എഫ് ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ അതിനെ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. ലീനിയർ ഫാക്ടേഴ്സ് മീൻസ് എന്താ? ഡിഗ്രി 1 ഉള്ള പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിൽ ഓരോ പോളിനോമിയലും എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം? എഫ് ഓഫ് എക്സിൽ. സോ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് ഓവർ എഫ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽസ് ഉപയോഗിച്ച് ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. ഡിഗ്രി 1 ഉള്ള പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പോളിനോമിയൽ എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതല്ല കേട്ടോ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് ഓവർ സം ഫീൽഡ് ഇ എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ഇൻ ഇ ഓഫ് എക്സ് ആയിട്ട് എഴുതാൻ സാധിക്കും. അതായത് ആ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്ന ഓരോ പോളിനോമിയലും ഇ ഓഫ് എക്സിലെ പോളിനോമിയൽസ് ആയാൽ മതി. ഓക്കെ, അങ്ങനെ ഫോർ എക്സാമ്പിൾ ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2, ഞാൻ ആർ ഓഫ് എക്സിലെ പോളിനോമിയലാണല്ലോ. ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സ്പ്ലിറ്റ്സ് ഓവർ ആർ എന്ന് പറയാം. കാരണം അതിനെ എക്സ് സ്ക്വയർ മൈനസ് 2നെ എനിക്ക് അങ്ങനെ എഴുതാം എക്സ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 2. ഈ രണ്ട് പോളിനോമിയൽസും ആർ ഓഫ് എക്സിലെ എലമെൻറ്റാണ്. അതുകൊണ്ട് സ്പ്ലിറ്റ്സ് ഓവർ ആർ എന്ന് പറയാം. എന്നാൽ എക്സ് സ്ക്വയർ മൈനസ് 2 എൻ്റെ ക്യൂ ഓഫ് എക്സും ആണല്ലോ, റാഷണൽ നമ്പേഴ്സും ആണല്ലോ ഇത് കോഎഫിഷ്യൻസ്. സോ ക്യൂ ഓഫ് എക്സിലും പോളിനോമിയലാണ്. എന്നാൽ ഇത് ഡസ് നോട്ട് സ്പ്ലിറ്റ്സ് ഓവർ ക്യൂ ആണ്. കാരണം എന്താ? ഇതിനെ നമുക്ക് ഈ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റൂ. ഈ പോളിനോമിയൽസ് ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയൽസ് അല്ല, റൂട്ട് 2 ക്യൂവിനകത്ത് എലമെൻ്റ് അല്ല. സോ ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയൽസ് അല്ല. അതുകൊണ്ട് ഡസ് നോട്ട് സ്പ്ലിറ്റ്സ് ഓവർ ക്യൂ ആണ്. എന്നാൽ ഇതേ പോളിനോമിയൽ സ്പ്ലിറ്റ്സ് ഓവർ ആർ ആണ്. ഓക്കെ, remark, f of x splits over f if and only if f contains all the roots of f of x. എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് ഓവർ എഫ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും ഇൻ എഫ് ഓഫ് എക്സ്. സോ ആ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ റൂട്ടും എവിടെ കാണണം? എഫിൽ കാണണം. സോ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് ഓവർ എഫ് ആണെന്നുണ്ടെങ്കിൽ എഫ് കണ്ടെയ്ൻസ് ഓൾ ദ റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. തിരിച്ച് എഫ് കണ്ടെയ്ൻസ് ഓൾ ദ റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തുകൂടെ എഫ് ഓഫ് എക്സിനെ? സോ എഫ് ഓഫ് എക്സ് എന്ത് പറയാം? സ്പ്ലിറ്റ്സ് ഓവർ എഫ് എന്ന് പറയാം. സോ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇപ്പം ഈ എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ റൂട്ട്സ് ക്യൂവിനകത്തില്ല. അതുകൊണ്ടാണ് ദിസ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് സ്പ്ലിറ്റ്സ് ഓവർ ക്യൂ എന്ന് പറഞ്ഞത്. ക്യൂവിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്യൂവിൽ സ്പ്ലിറ്റ് ചെയ്തേനെ. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് കണ്ടെയ്ൻസ് ഓൾ ദ റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ്. നെക്സ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം, ക്രോണക്കേഴ്സ് തിയറം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ക്രോണക്കേഴ്സ് തിയറം എന്ന് ചോദിക്കാം. സോ ഇതാണിത്. ലെറ്റ് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വേർ എഫ് ഇസ് എ ഫീൽഡ്. സോ നമ്മളൊരു പോളിനോമിയൽ എടുക്കുന്നു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്ന്. അങ്ങനെ ആണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് എ ഫീൽഡ് ഡി കണ്ടെയ്നിങ് എഫ് ഓവർ വിച്ച് എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ്. അങ്ങനെ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൽ നിന്നൊരു പോളിനോമിയൽ എടുത്താൽ നമുക്കൊരു ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് എഫിനെ കണ്ടെയ്ൻ ചെയ്യും, കൂടാതെ ആ ഫീൽഡിൽ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്യും. അതായത് എന്താണ്? നമ്മളൊരു പോളിനോമിയൽ എടുത്താൽ അതിൻ്റെ സീറോസ് കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു ഫീൽഡ്, എഫിനേക്കാൾ വലിയൊരു ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ നിന്ന് എടുത്താൽ നമുക്ക് എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു ഫീൽഡ്, വലിയ ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് ലീനിയർ ഫാക്ടേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ലീനിയർ ഫാക്ടേഴ്സായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. പ്രൂഫിലേക്ക് പോകാം. ദ പ്രൂഫ് ഇസ് ബൈ ഇൻഡക്ഷൻ ഓൺ ഡോ ഓഫ് എഫ്. സോ നമ്മൾ ഡിഗ്രി ഓഫ് എഫിൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ ആദ്യം ഡിഗ്രി ഓഫ് എഫ് 1 ആണെന്ന് പറഞ്ഞ് എടുക്കുന്നു. ഡിഗ്രി ഓഫ് എഫ് 1 ആയാലും എഫ് ഓഫ് എക്സ് ലീനിയർ ആണ്. എഫ് ഓഫ് എക്സ് ഓൾറെഡി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലെ എലമെൻ്റ് ആണ്. അതൊരു ലീനിയർ പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ അത് സ്പ്ലിറ്റ്സ് ഓവർ എഫ് എന്ന് നമുക്ക് പറയാമല്ലോ. ദെൻ വി ക്യാൻ ചൂസ്. അപ്പോൾ ഇവിടുത്തെ ഇ ആയിട്ട് എന്ത് തന്നെ എടുത്താൽ മതി? എഫ്. ഈ എഫിനെ കണ്ടെയ്ൻ ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഈ ആയിട്ട് ഇവിടെ എഫ് തന്നെ എടുക്കുക, അവിടെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. സോ ക്ലിയർലി നമുക്ക് കിട്ടി. ഇനി ഡിഗ്രി ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് അസ്യൂം ചെയ്യുവാണ്. ആൻഡ് ടേക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പി. നമുക്ക് ലീനിയർ ഫാക്ടേഴ്സായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ എഫ് ഓഫ് എക്സിനെ പി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനെ എക്സ്പ്രസ് ചെയ്യുവാണ്. വേറെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു റെഡ്യൂസിബിൾ പോളിനോമിയലാണെന്ന് നമുക്ക് തന്നിട്ടില്ലല്ലോ. സോ എഫ് ഓഫ് എക്സിന് ഇങ്ങനൊരു ഫാക്ടറൈസേഷൻ ഞാൻ എടുക്കുകയാണ്. പി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാം. അതിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണെന്ന് അസ്യൂം ചെയ്യുവാണ്. സിൻസ് പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് തന്നെ കൊറോളറി 29 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? കൊറോളറി 29 പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എക്സിലെ പോളിനോമിയലാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ക്യാപിറ്റൽ ഫീൽഡ് ഇയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഈ നൊട്ടേഷൻ എഴുതിയത് ഇത് ലീനിയർ പോളിനോമിയൽസ് ഒന്നും അല്ല. രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാം. ഈ രണ്ട് പോളിനോമിയൽസും എഫ് ഓഫ് എക്സിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇയിൽ
എഫിനേക്കാൾ വലിയൊരു ഫീൽഡിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, ലീനിയർ ഫാക്ടേഴ്സായിട്ട് എഴുതാമെന്നാണ്. ഇവിടെ ഞാൻ എടുക്കുന്ന പി ഓഫ് എക്സിന് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. സോ അങ്ങനെ എടുത്താൽ കൊറോളറി 29 പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഐസോമോർഫിക് കോപ്പി ഓഫ് എഫ് ആൻഡ് എ റൂട്ട് ഓഫ് പി ഓഫ് എക്സ് എന്നാണ്. സോ ബൈ കൊറോളറി 29 പ്രൊവൈഡ്സ് എ ഫീൽഡ് ബി കണ്ടെയ്നിങ് എഫ് എന്ന് പറയാൻ കാരണം എന്താ? എഫ് ഓഫ് എക്സ് പ്രൊവൈഡ്സ് എ ഫീൽഡ് എഫ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ആ ഫീൽഡ്. സോ ആ ഫീൽഡ് ബി, ആ ഫീൽഡിനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. അത് കണ്ടെയ്നിങ് എഫ്, കാരണം എന്താണ്? ആ ഫീൽഡിനകത്ത് ഐസോമോർഫിക് കോപ്പി ഓഫ് എഫ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് എഫുമായിട്ട് ഐസോമോർഫിക് ആയിട്ടുള്ളൊരു സെറ്റ് ബിക്കകത്തുണ്ട്, അതുകൊണ്ടാണ് എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു. സോ ആ ഫീൽഡ് ബി കണ്ടെയ്നിങ് എഫ് ആണ് ആൻഡ് എ റൂട്ട് തീറ്റ ഓഫ് പി ഓഫ് എക്സ്. അത് കൊറോളറി 29 എന്ന് കിട്ടുന്നതാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഫീൽഡ് ബി എന്നുണ്ട്. ആ പേര് എഴുതുന്നില്ല, ഞാനൊരു ഫീൽഡ് കിട്ടും നമുക്കിവിടെ പറഞ്ഞാൽ മതി, ആ ഫീൽഡ് ഏതാണെന്നും പറയേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് അതിനെ ബി എന്ന് വിളിച്ചു. സോ പി ഓഫ് എക്സിൻ്റെ റൂട്ട് ഈ ബിക്കകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, തീറ്റ. സോ അങ്ങനെയാണ് പി ഓഫ് എക്സിനെ എനിക്ക് അങ്ങനെ എഴുതാം. പി ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് തീറ്റ. സോ എക്സ് മൈനസ് തീറ്റ ഇൻറ്റു സം എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം ഈ പി ഓഫ് എക്സിന്. എവിടെ? ഇൻ ബി ഓഫ് എക്സിൽ. ബി ഓഫ് എക്സിലാണ് നമുക്ക് കിട്ടുന്നത് ആ റൂട്ട്. സോ ബി ഓഫ് എക്സിൽ നമുക്ക് അങ്ങനെ എഴുതാൻ സാധിക്കും. പക്ഷേ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അതിൽ പി ഓഫ് എക്സിനെ നമ്മളെങ്ങനെ എഴുതി? എക്സ് മൈനസ് തീറ്റ ഇൻറ്റു എച്ച് ഓഫ് എക്സ്. സോ ഇതെന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈസ് എക്സ് മൈനസ് തീറ്റ ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. നൗ ഇവിടെ നോക്കിയാൽ എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പോളിനോമിയൽ വിത്ത് ഡിഗ്രി ഓഫ് എച്ച് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ എഫ് ആണ്. ഇവിടെ ഈ രണ്ട് പോളിനോമിയൽസ് ഇറഡ്യൂസിബിളോ എന്താണെന്ന് നമുക്കറിയില്ല. എനിവേ ആ രണ്ട് പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എന്താണ്? ലെസ് ദാൻ എഫ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ രണ്ട് പോളിനോമിയൽ നമ്മളിവിടെ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യുമ്പം എന്താണ്? എഫ് ഓഫ് എക്സിനേക്കാൾ ഡിഗ്രി കുറവുള്ള, ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത എഫ് ഓഫ് എക്സിനേക്കാൾ ഡിഗ്രി കുറവുള്ള എല്ലാ പോളിനോമിയൽസും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നല്ലേ കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് കാണിക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇപ്പോൾ എന്താണ്? എച്ചും ജിയും എന്താണ്? ഡിഗ്രി എഫിനേക്കാൾ ഡിഗ്രി കുറഞ്ഞ പോളിനോമിയൽസാണ് ഈ എച്ച് ജി എന്ന് പറയുന്ന പോളിനോമിയൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് എന്ത് പറയാം? ഹെൻസ് ബൈ ഇൻഡക്ഷൻ ദർ ഇസ് എ ഫീൽഡ് ഡി കണ്ടെയ്നിങ് ബി. ഈ ബിയെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഫീൽഡ് കിട്ടും, ഓവർ വിച്ച് ഈ എച്ച് ജിയും സ്പ്ലിറ്റ് ചെയ്യും. സോ എച്ചും ജിയും സ്പ്ലിറ്റ് ചെയ്യാൻ മീൻസ് എച്ചിനെയും ജിയും ലീനിയർ ഫാക്ടേഴ്സായിട്ട് എഴുതാം. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തത്തിൽ ഈ എഫ് ഓഫ് എക്സിനെ ലീനിയർ ഫാക്ടേഴ്സായിട്ട് എഴുതാം. ഹെൻസ് എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ.